എക്സാലോജിക്കുമായുള്ള വിവാദ ഇടപാടിൽ നിന്ന് തലയൂരി KSIDC. എക്സാലോജിക്കുമായുള്ള ഇടപാടിൽ പങ്കില്ലെന്ന് KSIDC. ഇടപാടിന്റെ ഉത്തരവാദിത്തം CMRL മാത്രമെന്നും വിശദീകരണം വിവരങ്ങളുമായി ശാലിനി ചേരുന്നുണ്ട്. ശാലിനി, KSIDC കൂടി അന്വേഷണ പരിധിയിലേക്ക് വന്നത് വലിയ സമ്മർദ്ദത്തിലാക്കിയിരുന്നു സർക്കാരിനെ, CPM-നെ. എന്തായാലും രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ പ്രാഥമിക അന്വേഷണത്തിലെ ചോദ്യങ്ങൾക്കൊന്നും മറുപടി നൽകിയില്ല എന്നുള്ളത് വലിയൊരു ബ്ലാക്ക് മാർക്കായിരുന്നു. എന്തായാലും ഇപ്പോൾ KSIDC എടുത്തിരിക്കുന്ന നിലപാട് എന്താണ് ഈ വിഷയത്തിൽ? ലക്ഷ്മി, ഏറെ കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ് KSIDC എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി KSIDCയും അന്വേഷണ പരിധിയിൽ വരും എന്നിരിക്കെയാണ് ഇപ്പോൾ അതിൽ നിന്ന് തടിയൂരാനുള്ള ഒരു ശ്രമം KSIDC നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ എക്സാലോജിക്കുമായിട്ടുള്ള വിവാദ ഇടപാടിൽ തങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള ബന്ധമില്ല എന്നുള്ളൊരു ആവർത്തനം അല്ലെങ്കിൽ അത്തരത്തിലൊരു വിശദീകരണവും ന്യായീകരണവുമാണ് ഈ ഘട്ടത്തിൽ ഇപ്പോൾ KSIDCയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ഇടപാടിന്റെ ഉത്തരവാദിത്വം CMRL മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് കൈ കഴുകാൻ ഒരു ശ്രമമാണ് ഇപ്പോൾ KSIDC നടത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ROCയുടെ നോട്ടീസിന്, കൊച്ചിയിലെ ROCയുടെ കത്തിനാണ് അല്ലെങ്കിൽ അത്തരത്തിലൊരു വിശദീകരണം തേടി നോട്ടീസിലാണ് ഇത്തരത്തിലൊരു മറുപടി KSIDCയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ മറുപടികളിലെ അവ്യക്തത അത് വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ KSIDCയുടെ പ്രതികരണം മറിച്ചായിരുന്നു എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമാണ്. ഈ രണ്ട് കമ്പനികളും എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട 1 കോടിയിലധികം രൂപയുടെ പണമിടപാടിൽ അന്വേഷണം നേരിടേണ്ടി വരും എന്നുള്ള സൂചനകൾ കഴിഞ്ഞ കുറെ കാലങ്ങളായി വന്നതാണ്. കേന്ദ്ര സർക്കാരിന്റെ അന്വേഷണ പരിധിയിൽ പ്രത്യേകിച്ച് വഴിവിട്ട പണമിടപാടുകൾ ഈ കമ്പനികൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള ഹർജി, പരാതിയും ഒക്കെ തന്നെ എത്തിയ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ KSIDC ഉൾപ്പെടെ നോട്ടീസ് നൽകിയ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ ചില ഇടപെടലുകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നടപടി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതും 3ഓളം നേതാക്കന്മാർക്ക്, പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പേര് വരുന്നുണ്ട്, ഒപ്പം തന്നെ കുഞ്ഞാലിക്കുട്ടി, കോൺഗ്രസ് നേതാക്കന്മാരുടെ ഉൾപ്പെടെ പേരുകൾ വരുന്നുണ്ട്, രമേശ് ചെന്നിത്തലയുടെ പേരുകൾ ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ഇവർക്കെല്ലാം പണം നൽകിയത് വഴിവിട്ട രീതിയിലാണ് അല്ലെങ്കിൽ കൃത്യമായി നടപടികൾ പൂർത്തീകരിക്കാതെയാണ് എന്നുള്ള വിവാദം തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്തായാലും കൊച്ചിയിലെ CMRL കമ്പനി 100 കോടിയിലധികം രൂപ വഴിവിട്ട് നൽകിയെന്ന ആരോപണത്തിൽ അതിൽ പൂർണ്ണ ഉത്തരവാദിത്വം CMRL മാത്രമാണ് എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ KSIDCയുടെ പ്രതികരണം വന്നിരിക്കുന്നത്. ഔദ്യോഗികമായി വ്യവസായ മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇക്കാര്യത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പല ഘട്ടങ്ങളിലും സംസ്ഥാന സർക്കാർ ഇക്കാര്യത്തിൽ പ്രതിരോധത്തിലാകുമ്പോൾ ന്യായീകരണവുമായി സർക്കാർ പ്രതിനിധികൾ രംഗത്തെത്താറുണ്ട്, മന്ത്രിമാർ രംഗത്തെത്താറുണ്ട്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു രീതിയിലുള്ള ന്യായീകരണത്തിനോ CPM-ന്റെ മുതിർന്ന നേതാക്കന്മാരോ ഒപ്പം തന്നെ സർക്കാരോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് 10:00-ഓടുകൂടി CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഒരു ഔദ്യോഗിക പ്രതികരണങ്ങൾ സർക്കാരിനെതിരായിട്ടുള്ള ആരോപണങ്ങളിലും ഒപ്പം തന്നെ ഈ ഒരു പ്രതികരണത്തിലും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കേന്ദ്ര അന്വേഷണ പ്രഖ്യാപനത്തിലും ഉത്തരവിലും ഒക്കെ ഒരു പ്രതികരണം ഉണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും വലിയ രീതിയിൽ കുരുക്കിലേക്ക് KSIDC പോകുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം വന്നിട്ടുള്ള കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിന്റെ നടപടി ഉൾപ്പെടെ വലിയ രീതിയിൽ ചർച്ചയാകപ്പെടുന്നുണ്ട്. കൃത്യമായി പണത്തിന്റെ സോഴ്സ്, ഒപ്പം തന്നെ കഴിഞ്ഞ 7 വർഷത്തിലധികമായി നഷ്ടത്തിൽ കിടന്ന കമ്പനി പെട്ടെന്ന് ലാഭത്തിലേക്ക് എത്തുക എന്നതടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്ര മന്ത്രാലയം പരിശോധിക്കുന്നുണ്ട്. ഇതടക്കമുള്ള കാര്യങ്ങളിൽ ഒരുപക്ഷെ വ്യക്തത വരുത്താൻ KSIDCക്കോ CMRL-നോ സാധിച്ചില്ലെങ്കിൽ വലിയ രീതിയിലുള്ള കുരുക്കിലേക്ക് രണ്ട് കമ്പനികളും പോകുമെന്നുള്ളതിൽ സംശയമില്ല. എന്തായാലും അതിൽ CMRL-ന്റെ മുകളിൽ അല്ലെങ്കിൽ CMRL-നെ മാത്രം തെറ്റുകാരനാക്കി ചിത്രീകരിച്ചുകൊണ്ട്, കുറ്റക്കാരനായി ചിത്രീകരിച്ചുകൊണ്ട് തലയൂരാനുള്ള ശ്രമം ഇപ്പോൾ KSIDCയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു മറുപടിയിൽ നിന്നും വിശദീകരണത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. ലക്ഷ്മി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.